ഹലോ കൈസ്, ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. എന്നാലും നമ്മുടെ പാവൻ ലച്ചു എന്തിനാണല്ലേ സിദ്ധു ഇങ്ങനെ കൊടും ക്രൂരതയൊക്കെ ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഇത്രയും കൊല്ലം നമ്മുടെ ലച്ചു പാവം കാത്തിരുന്നതല്ലേ നമ്മുടെ സിദ്ധുവിന് വേണ്ടി. ഇതൊട്ടും ശരിയായില്ല സിദ്ധു, ഒട്ടും ശരിയായില്ല. ഇത് ഞാൻ ലച്ചുവിന്റെ ഭാഗത്ത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഞാൻ കാര്യം പറയാട്ടോ, വേറെ ഒന്നുമല്ല കൂട്ടുകാരെ. പാവൻ ലച്ചുവിന് രാവിലെ മുതൽ, ഒരു ദിവസം രാവിലെ മുതൽ ഭയങ്കര പനിയും തളർച്ചയും ചുമയും ക്ഷീണവും ഒക്കെ. അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ കിടക്കുവാണ് കട്ടില്. അപ്പൊ നമ്മുടെ സിദ്ധു വന്നിട്ട് പറയാ, ഇത് ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ ലച്ചു, നീ എഴുന്നേറ്റേ. നിന്റെ ഈ ചുമയൊക്കെ അഭിനയാണോ? ഞാൻ ഗൾഫിൽ ഒറ്റയ്ക്ക് എത്ര പ്രാവശ്യമാണ് പനിച്ച് കിടന്നിട്ടുള്ളത്, ഇതൊക്കെ കാര്യമാക്കാനുണ്ടോ? എനിക്ക് ലച്ചു എന്നൊക്കെ പറയുക. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു കെയറിങ്, ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കല്, മരുന്ന് മേടിച്ചു കൊടുക്കല്, അതൊക്കെയാണ് നമ്മുടെ ലച്ചുവിന്റെ മനസ്സിലോട്ടോ. അപ്പൊ സിദ്ധുവിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇങ്ങനെയാണ് പ്രതികരണം. അപ്പൊ പാവം നമ്മുടെ ലച്ചു ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുവാണേ. അപ്പൊ ലച്ചുവിന്റെ ഈ ഒരു സങ്കടം കണ്ടിട്ട് നമ്മുടെ ഗൗരിയമ്മായി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, എന്റെ കെട്ടിയാനില്ലാത്ത ദണ്ണം എന്തിന്റെ അമ്മായിക്ക്, അമ്മായി വലിയെടുത്ത് ഇരിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ടേ. അപ്പൊ സിദ്ധു ആണെങ്കിൽ പിന്നെ നമ്മുടെ ലച്ചുവിനെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരത്തോട് സംസാരം, ഇടക്ക് വന്ന് നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് ഇതൊക്കെ മാറിക്കോളുന്നു, നീ എഴുന്നേറ്റ് വല്ലതും ചെയ്യാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് പാവം നമ്മുടെ ലച്ചു മുറിയുന്ന എങ്ങനെയൊക്കെയോ എണീറ്റ് സോഫയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ചുമ വന്നിട്ട് നമ്മുടെ ലച്ചുവിന് സഹിക്കാനേ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ സിദ്ധു ഒരു ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുക. എന്നിട്ട് ലച്ചുവിന്റെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുക, ലച്ചു ഇതെന്റെ ഫ്രണ്ട് ആട്ടോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമ്മുടെ ലച്ചു അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാവം നമ്മുടെ ലച്ചു. എന്തായാലും നമ്മുടെ ലച്ചുവും സിദ്ധുവും കൂടെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. മിക്കവാറും നമ്മുടെ സിദ്ധു പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ നമ്മുടെ ലച്ചു വടക്കിട്ട് പുറത്തേക്ക് പോകും. ഇതായിരിക്കും അവസാനം ഉണ്ടാകാൻ പോകുന്നത് അല്ലേ. കാത്തിരുന്ന് എന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.